CJP സമരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജന്തർ മന്ദറിലെ പാറ്റ കലാപം അവസാനിപ്പിക്കുന്നു എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞു. കൂടുതൽ ആവശ്യങ്ങൾ ഉയർത്തി വീണ്ടും വരുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും തങ്ങൾ കളത്തിലുണ്ടാകും, ഇതൊരു തുടക്കം മാത്രം എന്നാണ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സംഗതി രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ കളികളാണ്. പുറത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്ന നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ പെരുമാറുന്നതോ പോലെയല്ല അകത്ത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, പിൻവാതിൽ ചർച്ചകളുണ്ട്. അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകളും അടച്ചിട്ട മുറിയിൽ നടക്കുന്ന കാര്യങ്ങളും പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയണം എന്നില്ല. പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടുണ്ട്. അത് ഇച്ഛാശക്തിയോടെ ആരുടെ മുഖത്തു നോക്കിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനാകണം, ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയക്കാരൻ ഭരണത്തിൻ്റെ ആ സിംഹാസനത്തിൽ ഇരുന്നാലും രാഷ്ട്രത്തിനൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾ. ആ നിലപാട് രാഷ്ട്രീയക്കാർ തരാതരം പോലെ നിലപാട് മാറ്റിയാലും ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല, രാഷ്ട്രത്തിനൊപ്പം തന്നെയാണ് എന്ന് പറയാൻ ഓരോ പ്രേക്ഷകനും സാധിക്കണം എന്ന് മാത്രമേ അതിൽ പറയാൻ ഉള്ളൂ. അപ്പോൾ ആ വാർത്തയിലേക്ക് വളരെ വേഗം ഒന്ന് പോയി വരാം. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്നും സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുമായും ജിതേന്ദ്ര സിംഗുമായും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്നും നേതാക്കൾ അറിയിച്ചു. The Cockroach Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timelines. അക്രമത്തിന്റെ പേരിൽ പ്രതികാര നടപടി പാടില്ലെന്ന ആവശ്യവും CJP മുന്നോട്ട് വെച്ചു. FIRന്റെ പകർപ്പ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകുമെന്നും യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്നും കേന്ദ്രമന്ത്രിമാർ ചർച്ചയിൽ അറിയിച്ചു. രാജ്യത്തെ യുവതലമുറയുടെ ഭാവിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമത്തിനുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. 1 മാസത്തിലേറെയായി കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിവന്ന സമരത്തിനാണ് അവസാനമായത്. ജൂലൈ 20-ന് CJP പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ വൻ ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത്. ജനം, ഡൽഹി.